ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നിന്ന് ചില ചിന്തകൾ ചിന്തിച്ച് ഇരിക്കുവാനായിട്ടാണ് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 Corinthians chapter 1 verse 18 to 25. നമുക്ക് ഏവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങളെവരും ശ്രദ്ധയോടെ ഇരിക്കുക. 18-ാമത്തെ വാക്യം: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വം ആക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, അടികളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ അനുഗ്രഹീതമായ കർത്തൃദിവസം അടികൾക്ക് ദാനമായി നൽകാനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ആക്കി തന്ന ഓർമ്മയുടെ ചിഹ്നങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിപ്പാൻ ഇടയാക്കാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അല്പസമയം അടിയങ്ങൾ അവിടുത്തെ തിരുവചനത്തിന്റെ മുൻപിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, വായിച്ചു കേട്ട വേദഭാഗത്തെ അവിടുന്ന് അടിയങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അത് അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാനും അത് അടിയങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പിതാവേ അവിടുന്ന് ഇടയാക്കണം, കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി പറഞ്ഞേൽപ്പിക്കും. മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം നാം നേരത്തെ ചിന്തിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവർക്ക് ചില അടിസ്ഥാന പ്രമാണങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചില അടിസ്ഥാന കാര്യങ്ങൾ കൊരിന്ത്യയിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് എഴുതിയ ലേഖനമാണ് ഇത്. നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, the power and wisdom of God. The cross of Christ, the power and wisdom of God. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിന്റെ ക്രൂശ്. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിന്റെ ക്രൂശ്. അതാണല്ലോ നാം 18-ാമത്തെ വാക്യത്തിൽ വായിച്ച് കേട്ടത്. ക്രിസ്തുവിന്റെ ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. മാത്രമല്ല, താഴോട്ട് നാം വായിക്കുകയുണ്ടായി 24-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നാം അതാണ് കണ്ടത്. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ. The cross of Christ, the power and wisdom of God. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി അല്പമായിട്ട് ചിന്തിക്കാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലുള്ള ഏത് മനുഷ്യരെയും നാം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. അത്
ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വീക്ഷണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സകല മനുഷ്യരെയും രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർസെപ്ഷൻ ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് ഈ ലോകത്തിലുള്ള മനുഷ്യരെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. അതാണ് നാം 18-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. അപ്പോൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്, ഒന്ന് നശിച്ചു പോകുന്നവരുടെ ഒരു കൂട്ടമായിട്ടും മറ്റൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഒരു കൂട്ടമായിട്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് ഏത് നിലയിലാണോ മനസ്സിലാക്കുന്നത്, ഏത് നിലയിലാണോ അതിനെ ഉൾക്കൊള്ളുന്നത്, അതിനനുസരിച്ച് രണ്ട് കൂട്ടമായിട്ട് നമുക്ക് വേർതിരിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ കൂട്ടരാണ് നശിച്ചു പോകുന്ന ഒരു കൂട്ടം, മറ്റൊരു കൂട്ടം രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം. നമുക്കറിയാം, നശിച്ചു പോകുന്നവരോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ഭോഷത്വത്തിന്റെ വിഷയമായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ നശിച്ചു പോകുന്ന മറ്റുള്ള മനുഷ്യരെ നോക്കുമ്പോൾ, അവർ ക്രൂശിനെ നോക്കുമ്പോൾ അത് വെറും ഭോഷത്വമായിട്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ അതൊരു ഭോഷത്വമല്ല, മറിച്ച് അതൊരു ദൈവശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇതാണ് അതിന്റെ ഒരു പ്രധാന പ്രമേയമായിട്ട് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്, നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നാം നമ്മുടെ സുഹൃത്തുക്കളോടോ നാം ബന്ധപ്പെടുന്നവരോടോ ഒക്കെ ചോദിക്കുക, അവർക്കെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അറിയാം. കാരണം അവർ ക്രിസ്മസ് കാണുന്നതാണ്, അവർ ഈസ്റ്റർ കാണുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ പറ്റി എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. അതൊരു ചരിത്ര സംഭവമാണ് എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഓരോരുത്തരോടും ചോദിക്കുക, എന്താണ് ക്രൂശ്? ഒരുപക്ഷെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറയാൻ സാധ്യതയുള്ളത് അത് വെറും ഒരു ഭോഷത്വമാണ്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ അവർ ഒരുപക്ഷെ പറയാൻ സാധ്യതയുള്ളത് അതൊരു ബലഹീനതയാണ്. ഇതാ നിങ്ങളുടെ ദൈവം ആരും സഹായമില്ലാത്തവനായി ആ കാൽവരി ക്രൂശിൽ കിടക്കുന്നല്ലോ, എത്രയോ ബലഹീനതയുടെ വിഷയമാണ് എന്നൊരു പക്ഷേ മറ്റുള്ളവർ ചിന്തിച്ചു എന്ന് വരാം. അപ്പോൾ ആ നിലയിൽ നശിച്ചു പോകുന്നവർക്ക്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ മനസ്സിലാക്കുവാൻ കഴിയാത്തവർക്ക് ആ ക്രൂശിന്റെ വചനം അതൊരു ഭോഷത്വവും അതൊരു ബലഹീനതയും ആയിരിക്കുവാനാണ് സാധ്യത. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ആ ക്രൂശിന്റെ വചനം എന്താണ്? അതൊരു ഭോഷത്വമാണോ? അതൊരു ബലഹീനതയാണോ? അല്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉറപ്പിച്ചു പറയുകയാണ്, അത് ക്രൂശിന്റെ വചനം അത് ഭോഷത്വമല്ല, മറിച്ച് നമുക്ക് അതൊരു ദൈവശക്തിയാണ് എന്ന് പറയുകയാണ്. അത് ദൈവശക്തി എന്ന് മാത്രമല്ല, അത് ദൈവജ്ഞാനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലും ബലത്തിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഈ ലോകത്തിന് അതൊരു ബലഹീനവും അതൊരു ഭോഷത്വവുമായിരിക്കുന്നെങ്കിൽ, ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാണ് നമ്മുടെ വിഷയമായിരിക്കുന്നത്. നാം ഇന്ന് പകൽക്കാലം കടന്നു വന്നത് മുതൽ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുകയായിരുന്നല്ലോ. എന്താണ് ആരാധനയ്ക്ക് കാരണമായി തീരുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ആ ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ് നമുക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നാം ചിന്തിച്ച വിഷയം, ലോകത്തിലുള്ള സകല മനുഷ്യരെയും രണ്ടായിട്ട് വേർതിരിക്കുന്നത് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്ക് അതൊരു ഭോഷത്വവും അതൊരു ബലഹീനതയുമായിരിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ എല്ലാവരും അന്വേഷിക്കുന്നത് ജ്ഞാനം അന്വേഷിക്കുന്നു.
ഈ ലോകത്തിന്റെ ജ്ഞാനം അന്വേഷിച്ച് ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യരുടെ ശ്രമങ്ങളെയാണ് നാം കാണുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താഴെയുള്ള വേദഭാഗങ്ങളൊന്ന് നോക്കുക. 19-ാമത്തെ വാക്യം, അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ കണ്ടുപിടിക്കാമോ എന്ന് അന്വേഷിച്ചാൽ, എന്നാൽ ആ ജ്ഞാനം കൊണ്ട് ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ആ ബുദ്ധി കൊണ്ടൊന്നും ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, ദൈവത്തെ കണ്ടുപിടിക്കാവുന്ന ഈ ലോകത്തിലെ ജ്ഞാനി എവിടെ? ഈ ലോകത്തിലെ ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് ഒരു സത്യം പറയുകയാണ്. ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട്, ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി തീർത്തു. ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് തിരഞ്ഞുകൊണ്ട്, ആ ലോകത്തിന്റെ ജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നതിനെയൊക്കെയും ഭോഷത്വമാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതെങ്ങനെയാണ് ദൈവം ഭോഷത്വമാക്കിയത്? ദൈവത്തിന്റെ മാർഗം അത് ജ്ഞാനത്തിന്റെ മാർഗമല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ കണ്ടെത്തുന്നത് അത് ജ്ഞാനം കൊണ്ടല്ല, അത് ശക്തി കൊണ്ടല്ല, അത് എന്തെങ്കിലും മനുഷ്യന്റെ കാര്യപ്രാപ്തി കൊണ്ട് ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു സത്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 1 Corinthians chapter 1 verse 21. 21-ാമത്തെ വാക്യത്തിൽ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് പ്രസാദം തോന്നിയ ഒരു വിഷയമുണ്ട്. ഈ ലോകം ദൈവത്തെ അറിയുന്നത് ലോകത്തിന്റെ ജ്ഞാനത്താൽ അറിയുവാനായിട്ട് സാധിക്കില്ല. ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വിഷയം നോക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവത്തെ ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ലോകം ഭോഷത്വമായി കരുതുന്ന ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പ്രസംഗം, ലോകത്തിന്റെ നോട്ടത്തിൽ, ലോകത്തിന്റെ കണ്ണിൽ ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റിയുള്ള പ്രസംഗം, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം അത് ഭോഷത്വമാണെങ്കിൽ, ആ ഭോഷത്വമായ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം കൊണ്ട് മനുഷ്യരെ രക്ഷിപ്പാൻ പ്രസാദിച്ച ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് ദൈവം ലോകത്തിന്റെ ജ്ഞാനത്തെ അതിനെ ഭോഷത്വമാക്കിയത് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ഭോഷത്വം എന്ന് മനുഷ്യർ കരുതുന്ന ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റിയുള്ള വചനമുണ്ടല്ലോ, ആ വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നവരെ രക്ഷയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിന്റെ ജ്ഞാനത്തെ പറ്റിയാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തെ പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മിക്കട്ടെ, ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിന്റെ ബുദ്ധിശക്തി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ലോകം ഭോഷത്വം എന്ന് ചിന്തിക്കുന്ന ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ഈ ദൈവത്തെ അറിയുവാൻ സാധിക്കുമായിരുന്നു? ലോകത്തിന്റെ ബുദ്ധി കൊണ്ട് ഈ ദൈവത്തെ അറിയുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മിൽ എത്ര പേർക്ക് ഈ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കുമായിരുന്നു? എന്നാൽ അതല്ല ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം. ലോകത്തിന്റെ ജ്ഞാനമോ ലോകത്തിന്റെ ബുദ്ധിയോ കൊണ്ട് ഈ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ആ വചനമുണ്ടല്ലോ, ആ വചനത്തിന്റെ പ്രസംഗം കേട്ട് വിശ്വസിക്കുന്ന ആരാണോ അവർക്ക് ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ വിശ്വസിക്കുന്ന ആർക്കാണോ അവർക്ക് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ എത്രയോ ആ ഒരു ശക്തി, ജ്ഞാനം
നാം അവിടെ കാൽവരി ക്രൂശിൽ കാണുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വിഷയം നാം ഓർക്കുകയുണ്ടായി. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്ങനെയാണ് ഭോഷത്വമാക്കി തീർത്തതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ സാധിക്കുകയില്ല. മറിച്ച് വിശ്വസിക്കുന്നവരെ പ്രസംഗം എന്ന് പറയുന്ന ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന്റെ വഴി അത് ലോകത്തിന് ഭോഷത്വമായി തോന്നുമായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ വഴി, ആ ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന വഴിയാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാരോടുള്ള ബന്ധത്തിലും യവനന്മാരോടുള്ള ബന്ധത്തിലും അവർ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് അവിടെ നാം കാണുന്നു. 22-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. യഹൂദന്മാർ എന്താണ് അന്വേഷിക്കുന്നത്? യവനന്മാർ എന്താണ് അന്വേഷിക്കുന്നത്? യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർ ചില ശക്തികൾ കൊണ്ട് ചില അടയാളങ്ങൾ ചെയ്തു കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ചില ജ്ഞാനത്തോടുകൂടെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കറിയാം, ഇന്നും നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യർ അന്വേഷിക്കുന്നത്. എവിടെയാണ് അടയാളം, എവിടെയാണ് അത്ഭുതം? അതിന്റെ പുറകെ പോകുന്ന അനേകം ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, ജ്ഞാനം, കുറെ ജ്ഞാനം സമ്പാദിക്കുക, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്റർനെറ്റ് യുഗമാണ്, എന്തും നമ്മുടെ വിരൽത്തുമ്പിലുള്ള കാലമാണ്. എങ്ങനെയെങ്കിലും കുറെ ജ്ഞാനം സമ്പാദിച്ച് ദൈവത്തെ കണ്ടെത്താമോ എന്ന് അന്വേഷിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അടയാളമോ ജ്ഞാനമോ അല്ല അന്വേഷിക്കേണ്ടത്. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ആ കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രൂശുണ്ടല്ലോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്, അതാണ് പ്രസംഗിക്കുന്നത്. യഹൂദന്മാർക്ക് ആ ക്രൂശിന്റെ പ്രത്യേകത പറയുകയാണ്. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ ജാതികളായ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിന്റെ ക്രൂശിനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്. പ്രിയ മക്കളെ, നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ലോകത്തിന്റെ ജ്ഞാനമോ ഈ ലോകത്തിന്റെ ബുദ്ധിയോ ഈ ലോകത്തിന്റെ ശക്തിയോ അല്ല ദൈവത്തെ കാണുവാനായിട്ട് ഇടയായിട്ടുള്ളത്. മറിച്ച് പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കാണുന്ന ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവിടെ ഭോഷത്വമല്ല, അവിടെ ബലഹീനതയല്ല നാം കാണുന്നത്. പിന്നെ എന്താണ് നാം കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ് നാം കാണുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ശക്തിയാണ് നാം ആ കാൽവരി ക്രൂശിൽ കാണുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ് നാം ആ കാൽവരി ക്രൂശിൽ കാണുന്നത്. ബലഹീനതയല്ല, ദൈവത്തിന്റെ ശക്തിയാണ് നാം അവിടെ കാണുന്നത്. രണ്ടാമതായിട്ട് കാണുന്ന കാര്യം, അവിടെ നാം കാണുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? അവിടെ നാം ദൈവജ്ഞാനവുമാണ് കാണുന്നത്. അവിടെ ഭോഷത്വമല്ല കാണുന്നത്, മറിച്ച് ദൈവത്തിന്റെ ജ്ഞാനമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ നാം ഉയർത്തുമ്പോൾ നാം ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരായി തീർന്നു? ആ കാൽവരി ക്രൂശിൽ ഒരു ബലഹീനനെന്ന് ലോകം ചിന്തിക്കുമെങ്കിലും അവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്. പ്രിയ മക്കളെ, നമ്മെ ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്നത് ഈ ക്രൂശിന്റെ ചിന്തയായിരിക്കണം. ഈ ക്രൂശിലെ ദൈവശക്തിയും ദൈവജ്ഞാനവുമായിരിക്കണം നമ്മെ ഓരോ ദിവസവും വഴി നടത്തേണ്ടത് എന്ന് നാം ചിന്തിക്കുക. 25-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ചാപ്റ്റർ 1:25. അവിടെ നാം ഇങ്ങനെ കാണുന്നു, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. മനുഷ്യർ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഭോഷത്വമായിട്ടാണെങ്കിൽ ആ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത എന്ന് മനുഷ്യർ ചിന്തിക്കുന്നുവെങ്കിൽ ആ ബലഹീനത മനുഷ്യരുടെ ബലമുള്ളതിനേക്കാൾ ബലമേറിയതും ആകുന്നു. ദൈവത്തിന്റെ ചിന്ത മനുഷ്യരുടെ ചിന്തയേക്കാൾ എത്രയോ ഉന്നതമായിരിക്കും
ശക്തമായിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നാം ലോകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യരും അവർ ശക്തിക്ക് പുറകെ, ഓരോ മനുഷ്യരും ജ്ഞാനത്തിന്റെ പുറകെ പോകുമ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള വിശ്വാസത്താൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകി. ആ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമുക്ക് എന്തായിരിക്കുന്നു? അത് ദൈവശക്തിയും ദൈവജ്ഞാനവുമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്നെടുത്ത് വായിക്കാമോ? ഒന്നാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളെ തന്നെ ഒന്ന് നോക്കുവിൻ. നിങ്ങൾ ജ്ഞാനം കൊണ്ടാണോ ഈ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നത്? നിങ്ങൾ ശക്തി കൊണ്ടാണോ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായത്? നിങ്ങളെ തന്നെ ഒന്ന് നോക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ആ വാക്യങ്ങളൊന്ന് നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ദോഷമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനവും നിശബ്ദവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൻ്റെ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 31-ാമത്തെ വാക്യം വായിക്കാം. 31. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടത് തന്നെ. അതെ, അവിടെ തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നത്? ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടോ, ഈ ലോകത്തിലെ ബുദ്ധി കൊണ്ടോ, ഈ ലോകത്തിലെ എന്തെങ്കിലും പ്രതാപം കൊണ്ടാണോ നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് വന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നിങ്ങളുടെ വിളിയെ ഒന്ന് നോക്കുകയും, നിങ്ങളുടെ ഇടയിൽ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായ നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ലോകം നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഒരു ഭോഷത്വമായിരിക്കുമ്പോൾ, ആ ക്രൂശിനെ ദൈവശക്തിയായി അംഗീകരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ലോകം ഭോഷത്വമെന്നാണ് എണ്ണുവാനിടയാകുന്നത്. ലോകത്തിൽ ഭോഷത്വമായ നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. നാം ആരാധനയ്ക്ക് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് നമ്മുടെ എന്തെങ്കിലും മേന്മ കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും ജ്ഞാനം കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും വൈഭവം കൊണ്ടോ അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. മറിച്ച് ഈ ലോകത്തിൽ ഭോഷത്വമായിരുന്ന, ബലഹീനമായിരുന്ന നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ ജ്ഞാനികളെയും ഈ ലോകത്തിൽ ബലമുണ്ട് എന്ന് ചിന്തിക്കുന്നതിനെയും ലജ്ജിപ്പിപ്പാൻ ദൈവം ആ നിലയിൽ ചെയ്തു എന്ന് നാം കാണുവാൻ സാധിക്കുന്നു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതുമായി തിരഞ്ഞെടുത്തു. അതിനൊരു അടിസ്ഥാന പ്രമാണമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, 29-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഒരു പക്ഷേ എന്റെ ജ്ഞാനം കൊണ്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ, ദൈവമേ എന്റെ ജ്ഞാനം കൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവങ്ങളെ അങ്ങനെ നമുക്ക് സാധിക്കില്ല. നമ്മുടെ യാതൊരു ജ്ഞാനം കൊണ്ടുമല്ല, നമ്മുടെ യാതൊരു ശക്തി കൊണ്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. മറിച്ച് അശക്തരായിരുന്ന, ബലഹീനരായിരുന്ന, ഈ ലോകത്തിലെ ഭോഷത്വമായിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം കൃപയാൽ തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് കാരണം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ദൈവസന്നിധിയിൽ യാതൊന്നും നമുക്ക് പ്രശംസിക്കുവാനായിട്ടില്ല. നമ്മുടെ എന്തെങ്കിലും പുകഴ്ചയോ നമ്മുടെ എന്തെങ്കിലും യോഗ്യതയോ കണ്ടിട്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നാം ബലഹീനരായിരുന്നപ്പോൾ ഈ വിശ്വാസത്താൽ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ ഒന്ന് കാണുവാനും അത് വിശ്വാസത്താൽ അംഗീകരിക്കാനും ആ നിലയിൽ
ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ടും ഇടയായി തീർന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കുവാനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ ക്രൂശും മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് പ്രശംസിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമാണ് എനിക്ക് പ്രശംസിക്കുവാനായിട്ടുള്ള വിഷയം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. നമുക്കും ചിന്തിക്കുവാനായിട്ടുള്ള വിഷയമുണ്ട്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. അതെന്താണ്? അത് ഭോഷത്വമായി ലോകം കാണും, അത് ബലഹീനതയായി ലോകം കാണും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അത് ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കാണുവാനുള്ള വലിയ ഭാഗ്യം ഏറ്റവും ബലഹീനമായിരുന്നു നമ്മെ ദൈവം അനുവദിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അല്പസമയം കൊണ്ട് എന്താണ് ഈ ക്രൂശിലെ ദൈവശക്തി, എന്താണ് ഈ ക്രൂശിലെ ദൈവജ്ഞാനം, ഈ രണ്ട് കാര്യങ്ങൾ അല്പമായിട്ട് ചിന്തിച്ച് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ദൈവശക്തി എന്താണ്? വാട്ട് ഈസ് ദ പവർ ഓഫ് ഗോഡ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കാണുവാൻ സാധിക്കുന്ന ദൈവശക്തി എന്താണ്? there is a power in the cross. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ബലഹീനത എന്ന് ലോകം ചിന്തിക്കുമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഏവർക്കും അതെന്താണ്? അതൊരു ദൈവശക്തിയാകുന്നു. ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തി, ഡുനാമസ്. അതൊരു പവറാണ്, അതൊരു ശക്തിയുണ്ട്. അത് എന്താണ് ആ ശക്തി എന്നുള്ളത് 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ. 2-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 2-ാം അധ്യായം ഈ ദൈവശക്തിയോടുള്ള ബന്ധത്തിൽ നാം ഇപ്പോൾ തന്നെ 1-2 വാക്യങ്ങൾ നാം ദൈവശക്തിയെ കാണുകയുണ്ടായി. 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു. മാത്രമല്ല 1-ാം അധ്യായം തന്നെ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, ജാതികൾക്ക് യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയായ ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി നാം കണ്ടു. ഇനി നാം ദൈവശക്തിയെ കാണുന്നത് 2-ാം അധ്യായം 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും ഈ ദൈവശക്തിയെ പറ്റി കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവശക്തി തന്നെ ആധാരമായിരിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. നാം നേരത്തെ ചിന്തിച്ച വിഷയമാണ്. മനുഷ്യരുടെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. മറിച്ച് ദൈവത്തിന്റെ ശക്തി തന്നെ അതിന് ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താത്രേ ആയിരുന്നത്. ദൈവത്തിന്റെ ശക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ശക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ശക്തിയാണ് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ദൈവശക്തി നിമിത്തമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത് ഈ ദൈവശക്തി മുഖാന്തരമാണ്. അപ്പോസ്തലനായ പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വാക്ചാതുര്യത്തോടുകൂടെ പ്രസംഗിച്ചത് കൊണ്ടല്ല നിങ്ങൾ ദൈവമക്കളായി തീർന്നത്, ഞാൻ എൻ്റെ ജ്ഞാനം പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളോട് പ്രസംഗിച്ചത് കൊണ്ടല്ല നിങ്ങൾ ദൈവമക്കളായി തീർന്നത്, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലുള്ള ദൈവശക്തി, ആ ദൈവശക്തിയാണ് നിങ്ങൾ വിശ്വസിക്കുവാനും നിങ്ങൾ ദൈവമക്കളാകുവാനും ഇടയായി തീർന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ദൈവശക്തി നാം ഒന്നാമതായിട്ട് കാണുന്നത് ഇറ്റ് ഈസ് എ സേവിംഗ് പവർ. രക്ഷിക്കുന്ന ദൈവശക്തി, നമ്മെ നീതീകരിക്കുന്ന ദൈവശക്തിയാണ് നമുക്ക് കാൽവരി ക്രൂശിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 1-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം വായിക്കട്ടെ. നമുക്ക് ഏവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്.
അതിലേക്ക് പോകണ്ട. ഞാൻ പറയാം, നിങ്ങൾ എന്നോട് ചേർന്ന് പറഞ്ഞാൽ മതി. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷം വിശ്വസിക്കുന്നവർ ഏത് മനുഷ്യരുമായിക്കോട്ടെ, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. നമ്മെ രക്ഷിക്കുന്ന ദൈവശക്തി അതെവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അത് കാൽവരി ക്രൂശിലെ ദൈവശക്തിയാണ്. ലോകം നോക്കുമ്പോൾ ബലഹീനത എന്ന് ചിന്തിച്ചാൽ, ഹൃദയമക്കളെ, ആ കാൽവരി ക്രൂശിൽ കാണാവുന്ന ഒന്നാമത്തെ ദൈവശക്തി, എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച, പാപിയായിരുന്ന എന്നെ ആ നീതീകരിച്ച ആ ദൈവശക്തിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് എ സേവിംഗ് പവർ. രക്ഷിക്കുന്ന ദൈവശക്തി, നീതീകരിക്കുന്ന ദൈവശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത് ക്രൂശിൽ കാണുന്ന ദൈവശക്തി എന്ന് പറഞ്ഞാൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവശക്തി. ഇറ്റ്സ് എ ട്രാൻസ്ഫോമിംഗ് പവർ. എന്നെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ഓരോ ദിവസവും എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവശക്തി. എന്തിനാണ് എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ തക്കവണ്ണം എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഇവിടെ രണ്ട് വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു: രൂപാന്തരവും അനുരൂപപ്പെടുകയും. ട്രാൻസ്ഫോമിംഗ് ആൻഡ് കൺഫോമിംഗ്. ട്രാൻസ്ഫോമിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈനംദിനം ആ കുറച്ച് കർത്താവിനെ പോലെ ആയി തീരുവാൻ തക്കവണ്ണം എന്നെ ശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെടുന്ന ദൈവശക്തി. നമ്മെ നീതീകരിക്കുന്ന ദൈവശക്തി മാത്രമല്ല, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ദൈവശക്തിയാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ആ വിഷയം കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ ഇതേ കാര്യം പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഏവർക്കും കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലും നമ്മെ ശുദ്ധീകരിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമുക്കും അതറിയാവുന്ന വാക്യമാണ്. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മെ നീതീകരിക്കുക മാത്രമല്ല, നമ്മെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ ശുദ്ധീകരിച്ച് നടത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ ശക്തിയാണ് കാൽവരി ക്രൂശിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന് 3-ാമത്തെ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ദൈവശക്തി എന്താണ്? അത് രക്ഷിക്കുന്ന ദൈവശക്തി, അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി. അതുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല. 3-ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മെ അനുരൂപപ്പെടുത്തുന്ന ദൈവശക്തി, നമ്മെ വീണ്ടെടുക്കുന്ന ദൈവശക്തി, നമ്മെ തേജസ്കരിക്കുന്ന ദൈവശക്തി. ഇറ്റ് ഈസ് എ കൺഫോമിംഗ് പവർ. കൺഫോമിംഗ് പവർ. ഒന്നാമതായിട്ട് നാം ചിന്തിച്ചു നമ്മെ രക്ഷിച്ച ദൈവശക്തി, ഇറ്റ്സ് എ സേവിംഗ് പവർ. രണ്ടാമതായിട്ട് നാം കണ്ടു നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, ദൈനംദിന ജീവിതത്തിൽ നമ്മെ ട്രാൻസ്ഫോം ചെയ്യുന്ന, ഇറ്റ്സ് എ ട്രാൻസ്ഫോമിംഗ് പവർ, രൂപാന്തരപ്പെടുന്ന ദൈവശക്തി. മാത്രമല്ല, മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മെ അനുരൂപപ്പെടുത്തുന്ന ദൈവശക്തി. നമുക്കറിയാം, നാം എന്നും എന്നേക്കും ഈ നിലയിൽ ഇവിടെ ആയിരിക്കേണ്ടവരല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നാം ഒരു നാളിൽ അവനോടൊപ്പം അവനെ പോലെ രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നാം ആയിത്തീരേണ്ടവരാണ്. ആ ഒരു ശക്തിയും ആ കാൽവരി ക്രൂശിൽ നിന്ന് ലഭിക്കുന്ന ദൈവശക്തിയാണ് നാം കാണാനായിട്ട് സാധിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. 1 John chapter 3 verse 2. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനോട് സദൃശ്യന്മാരാകുന്ന
ആ ശക്തി അതെവിടെ നിന്നാണ് ലഭിച്ചത്? അതും ക്രൂശിലെ ദൈവശക്തിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, നമ്മെ രക്ഷിക്കപ്പെടുത്തിയ ദൈവശക്തി, നമ്മെ രക്ഷിക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവശക്തി, ഒരു നാളിൽ നമ്മെ, നമ്മുടെ ശരീരത്തെ രക്ഷിക്കപ്പെടുത്തുന്ന ദൈവശക്തി. ആ രക്ഷയുടെ ത്രികാല ബന്ധത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ആ ദൈവശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അത് ബലഹീനതയാണോ? അല്ലേ അല്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മെ രക്ഷിക്കുന്ന ദൈവശക്തി, നമ്മെ ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി, നമ്മെ ഒരു ദിവസം കർത്താവിനോടൊപ്പം അനുരൂപമാക്കുന്ന ആ ദൈവശക്തിയാണ് നമുക്ക് കാൽവരി ക്രൂശിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വന്നാൽ, എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ദൈവജ്ഞാനമായിരിക്കുന്നത്? അതും കൂടെ ചിന്തിച്ച് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ ദൈവജ്ഞാനത്തെ പറ്റി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 2-ന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? 1 Corinthians chapter 2 verse 6 to 10. There we can see the wisdom of God in the cross of Christ. ദൈവത്തിന്റെ ജ്ഞാനമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കിട്ടിയവർക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് വായിക്കാമോ? 1 Corinthians chapter 2 verse 6 to 10. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. 8-ാമത്തെ വാക്യം, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായിരുന്നു. അവിടെ നാം ദൈവജ്ഞാനത്തെ പറ്റി കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അത് ഭോഷത്വമാണോ? അല്ലേ അല്ല. അവിടെ നാം ദൈവത്തിന്റെ ജ്ഞാനത്തെയാണ് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അത് ബലഹീനതയാണോ? അല്ലേ അല്ല. അവിടെ നാം ദൈവത്തിന്റെ ശക്തിയാണ് നാം കാണുവാനായിട്ട് ഇടയായി തീർന്നത്. നാം ചിന്തിക്കുകയുണ്ടായി, അതെങ്ങനെ ദൈവശക്തിയാകുന്നു? പാപിയായിരുന്ന എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തി, പാപിയായിരുന്ന എന്നെ ദൈനംദിന ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവശക്തി, മാത്രമല്ല ഒരു നാളിൽ കർത്താവിനോട് അനുരൂപപ്പെടുത്തുന്ന ദൈവശക്തിയാണ് ആ കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് കാൽവരി ക്രൂശ് ദൈവജ്ഞാനമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല നാം ആ കാൽവരി ക്രൂശിൽ കാണുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനം എന്താണെന്ന് അറിയാമോ? അത് നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമാണ്. അതിന്റെ പ്രത്യേകത, അത് ഒരു നാൾ ആ ജ്ഞാനത്തോടുകൂടെ നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീരും. ഈ ലോകത്തോടുകൂടെ എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും അവന്റെ ജ്ഞാനം ഈ ലോകത്തോടുകൂടെ നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീരും. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ജ്ഞാനമല്ല, മറിച്ച് ദൈവജ്ഞാനമാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനമാണ് കാൽവരി ക്രൂശിൽ കാണുകയും അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നത്. അതിന്റെ 3 പ്രത്യേകതകൾ ഞാൻ പെട്ടെന്ന് ആ വാക്യത്തിൽ നിന്ന് കാണിക്കട്ടെ. 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അതിന്റെ ദൈവജ്ഞാനത്തിന്റെ 3 പ്രത്യേകതകൾ. ഒന്ന്, ആ ദൈവജ്ഞാനം മുൻ നിയമിച്ച ദൈവജ്ഞാനമാണ്. മുൻ നിയമിച്ച ദൈവജ്ഞാനം. 2-ാമത്തെ പ്രത്യേകത, അത് മറഞ്ഞിരിക്കുന്നതായ ദൈവജ്ഞാനമാണ്. മുൻ നിയമിച്ചത് എന്ന് മാത്രമല്ല, അത് മറഞ്ഞിരിക്കുന്നതായ ദൈവജ്ഞാനം. 3-ാമത്തെ പ്രത്യേകത, അത് മർമ്മമായിരിക്കുന്ന ദൈവജ്ഞാനമാണ്. ആ ദൈവജ്ഞാനം അതൊരു മർമ്മമായിരിക്കും. ഇറ്റ്സ് എ മിസ്റ്ററി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവജ്ഞാനത്തിന്റെ 3 പ്രത്യേകതകൾ: മുൻ നിയമിച്ചത്, മറഞ്ഞിരുന്നത്, മർമ്മമായിരുന്ന ദൈവജ്ഞാനം. എന്തിനായിട്ടാണ് മുൻ നിയമിച്ചത്? അത് കാണുമ്പോഴാണ് നാം ദൈവത്തെ എത്ര തന്നെ സ്തുതിച്ചാലും മതിയാകുന്നത്. എന്തിനു വേണ്ടിയാണ് അവിടെ മുൻ നിയമിച്ചിരിക്കുന്നത്? 7-ാമത്തെ വാക്യവും ശ്രദ്ധിക്കുക. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്. നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്. എന്തിനു വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തുവിനെ ആ കാൽവരി ക്രൂശിൽ അയച്ചത് എന്ന് ചോദിച്ചാൽ, അത് ഇപ്പോൾ നിയമിച്ചതല്ല, മറിച്ച് ഈ ലോക സൃഷ്ടിക്ക് മുൻപേ തന്നെ മുൻ നിയമിച്ചതാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ
തേജസ്സിനായി മുൻ നിയമിച്ച ദൈവത്തിന്റെ ജ്ഞാനം, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച ദൈവത്തിന്റെ ജ്ഞാനം, ആ ജ്ഞാനം എത്രയോ വലിയതാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും തേജസ് നൽകുവാൻ തക്കവണ്ണം നമ്മുടെ തേജസ്സിന്റെ കർത്താവിന് എന്ത് സംഭവിച്ചു? നമ്മുടെ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയായിരുന്നു എന്ന് നാം വായിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും തേജസ് നൽകേണ്ടതിന് വേണ്ടി നമ്മുടെ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയായിരുന്നു നാം കാണാനായിട്ട് സാധിക്കുന്നു. ഇതല്ലയോ ദൈവത്തിന്റെ ജ്ഞാനം? നാം ചിന്തിച്ചാൽ ഈ ലോകത്തിൽ ഇതുവരെ ജീവിച്ചതിൽ ഏറ്റവും ആകർഷണീയനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഏറ്റവും അധികം ആകർഷണീയനായ, എല്ലാവർക്കും തന്നെ സൗഖ്യം നൽകുന്ന, ഏറ്റവും അധികം ലാവണ്യത്തോടെ വാക്കുകൾ സംസാരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർ എന്താണ് ചെയ്തത്? നമുക്കറിയാം, അവനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് അവർ ക്രൂശിച്ചു? അവർക്ക് ഇവനെ കാണുവാനായിട്ട് സാധിച്ചില്ല. ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അവനെ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനവും ശ്രദ്ധിക്കുക, ആരാണോ ഈ നിലയിൽ കർത്താവിനെ ക്രൂശിച്ചത് അവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമായിരുന്നു കർത്താവായ യേശുക്രിസ്തു ആ ക്രൂശിൽ ഒരുക്കിയത്. ആരൊക്കെയാണോ കർത്താവായ യേശുക്രിസ്തുവിനെ ആ കാൽവരി ക്രൂശിൽ ക്രൂശിച്ചത് അവർക്കും കൂടെയുള്ള രക്ഷയുടെ മാർഗമായിരുന്നു ആ കാൽവരി ക്രൂശിൽ ഒരുക്കിയത്. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകത നാം ചിന്തിക്കുകയുണ്ടായി. അത് മുൻ നിയമിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം, മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം, അതൊരു പക്ഷേ എല്ലാവർക്കും ഒരു പക്ഷേ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അത് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതിരുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ഈ മുൻ നിയമിച്ചതായിട്ടുള്ള ദൈവജ്ഞാനം, മറഞ്ഞിരുന്നതായിട്ടുള്ള ദൈവജ്ഞാനം, മർമ്മമായിരുന്ന ദൈവജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിട്ട്, നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്, അവിടെ നാം എന്താണ് കാണുന്നത്? ദൈവത്തിന്റെ ശക്തിയെ നാം കാണുകയുണ്ടായി, ദൈവത്തിന്റെ ജ്ഞാനത്തെ നാം കാണുകയുണ്ടായി. എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്? 10ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ പരിശുദ്ധാത്മാവിനാൽ ദൈവം അത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ട്? നമുക്ക് യാതൊന്നും പുകഴുവാനായിട്ടില്ല, ദൈവസന്നിധിയിൽ നമുക്ക് യാതൊന്നും പ്രശംസിക്കുവാനായിട്ടില്ല. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ഓരോരുത്തരെയും ആത്മാവിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ദോഷത്വമല്ല, ബലഹീനതയല്ല, മറിച്ച് ആ ക്രൂശിലുള്ള ദൈവശക്തിയും ദൈവജ്ഞാനവും വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഒരു നാച്ചുറൽ മാനോട് ബന്ധത്തിൽ, പ്രാകൃത മനുഷ്യനോട് ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 14ാമത്തെ വാക്യത്തിൽ 2:14 നാം കാണുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. A natural man cannot understand the spirit of God. ദൈവത്തിന്റെ ആത്മാവ് എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ കൃപ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ഈ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമായ ക്രൂശിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒക്കെയും അനുഗ്രഹമായിരുന്നു. നാം ചിന്തിക്കുകയായിരുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഈ ലോകത്തിനത് ഭോഷത്വമാണ്, ഈ ലോകത്തിനത് ബലഹീനതയാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാരണം ആ ക്രൂശാണ് നമ്മെ ഇന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത്. ആ ക്രൂശിലാണ് നാം ദൈവശക്തി നാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ ക്രൂശിലാണ് നാം ദൈവജ്ഞാനം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രൂശിന്റെ ശക്തി ഒന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രൂശിന്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഇറങ്ങി അതിനെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ, നാം എത്രമാത്രം ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് ഈ ക്രൂശിനോട് ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായം അതിലെ 17ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല എന്നവിടെ നാം കാണുന്നു. അവിടെ നാം കാണുന്ന ഒരു പ്രയോഗം,
ക്രിസ്തുവിന്റെ ക്രൂശ് എന്റെ ജീവിത നിമിത്തം വ്യർത്ഥമായി തീരരുതേ എന്നാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ദൈവമക്കളെ അതായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ദൈവശക്തിയും ദൈവജ്ഞാനവും എൻ്റെ ജീവിതത്തിലെ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ സംസാരം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ആ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായി തീരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകരുതേ കർത്താവേ എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ മനസ്സിലാക്കിയ നാം ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 1 Corinthians 2 അവസാനത്തെ വാക്യം ശ്രദ്ധിക്കുക. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നന്നായി മനസ്സിലാക്കിയവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മനസ്സിലാക്കാനുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ടുള്ളൂ. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ക്രിസ്തുവിന്റെ മനസ്സ് ഏതാണോ, ഏത് നിലയിലായിരിക്കുന്നോ ആ നിലയിൽ നമ്മുടെ മനസ്സും ആയിരിക്കുവാനായിട്ട് ഇടയാകണം. മാത്രമല്ല ഒരു കാര്യം കൂടെ നാം എന്നോട് ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി. നമുക്ക് യാതൊന്നും ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാനായിട്ടില്ല. നമുക്ക് യാതൊന്നും ദൈവസന്നിധിയിൽ പറയുവാനായിട്ടില്ല. ദൈവമേ, അവിടുന്നാണ് സകല കാര്യങ്ങളും ഒരുക്കിയത്. ആ ക്രൂശിലെ ദൈവശക്തിയും ദൈവജ്ഞാനവും മനസ്സിലാക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളുവാനുള്ള എൻ്റെ കണ്ണുകളെ തുറന്നത് അവിടുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടെ ഏറ്റവും താഴ്മയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും സ്തുതി അർപ്പിക്കുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഈ ദൈവശക്തിയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ദൈവജ്ഞാനത്തെ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടല്ലാതെ ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടോ ഈ ലോകത്തിന്റെ ശക്തി കൊണ്ടോ ഈ ദൈവജ്ഞാനത്തെയും ദൈവശക്തിയും തിരിച്ചറിയുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് തുടർന്നും ദൈവത്തെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.